പ്രിയമുള്ളവരെ, സമസ്തക്ക് അകത്തുള്ള പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളും പാണക്കാട്ട വലിയ തങ്ങൾ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും സമസ്തയുടെ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാരും PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള ആളുകൾ ഒരു സമവായത്തിൻ്റെ ശ്രമത്തിന് വേണ്ടി ഒരു യോഗം വിളിക്കുമ്പോൾ ഇന്നത്തെ ദിവസം അടയാളപ്പെടുത്തേണ്ടത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കാൾ MT ഉസ്താദിനേക്കാൾ വലിയ സമസ്തയായി ഞങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്ന അഭിനവ 110 സമസ്തക്കാരെ തിരിച്ചറിയാൻ വേണ്ടി ഇന്നത്തെ ദിവസം നമ്മൾ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സമവായത്തിന് സമസ്തയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു യോഗം നടക്കുമ്പോൾ അതിനുപോലും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന ഇത്തരം ആളുകളെ സമൂഹം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, ജിഫ്രി തങ്ങൾക്കില്ലാത്ത എന്ത് ആശയമാണ് ഇവർ സമസ്തയുടെ പേരിൽ പറയാൻ ശ്രമിക്കുന്നത്? ജിഫ്രി തങ്ങൾക്കില്ലാത്ത എന്ത് നിർബന്ധ ബുദ്ധിയാണ് ഈ വിഷയം തീരരുത് എന്ന് വിചാരിക്കുന്ന ഈ കൂട്ടർക്കുള്ളത്? MT ഉസ്താദിനില്ലാത്ത എന്ത് നിർബന്ധ ബുദ്ധിയാണ് ഈ വിഷയം തീരരുത് എന്ന് വിചാരിക്കുന്ന ഇവർക്കുള്ളത്? പ്രിയപ്പെട്ട സാധാരണക്കാരായ സമസ്തയെ സ്നേഹിക്കുന്ന, മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ഇന്നേ ദിവസം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നേ ദിവസം നമ്മൾ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഇത് സമസ്തയോടുള്ള സ്നേഹമല്ല, ഇത് മുസ്ലിം ലീഗിനോടുള്ള സ്നേഹവുമല്ല. ഇത് ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പരിപാവനമായ മഹിതമായ ഉന്നതരായ ഉസ്താദുമാർ നേതൃത്വം നൽകുന്ന സമസ്തയെ കരുവാക്കിക്കൊണ്ട്, സമസ്തയെ മറയാക്കിക്കൊണ്ട് ഇവർ നടത്തുന്ന കുടിലവും അത്യന്തം ഹീനവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇവർ സമസ്തയെ മറയാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇത് സമസ്തയുടെ പ്രശ്നമല്ല, ഇത് മുസ്ലിം ലീഗിൻ്റെയും പ്രശ്നമല്ല. ഇത് ചില ആളുകൾ മറ്റു ചില ആളുകളിൽ നിന്ന് അച്ചാരം വാങ്ങി അവർക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് പണിയെടുക്കുന്നതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ പ്രശ്നങ്ങളാണ്. അവരെ തിരുത്താൻ ഈ നേതൃത്വത്തിന് കരുത്തുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസം ഈ കുടിലതന്ത്രങ്ങൾ കൊണ്ട് മനുഷ്യരെ പരസ്പരം അകറ്റി നിർത്തുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള അവസരമായി എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നന്ദി. അസ്സലാമു അലൈക്കും.